കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശം വയനാട് MP പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. തുടർന്ന് പരിക്കേറ്റവരെയും കാണും. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പ്രിയങ്ക എത്തുക. വൈകിട്ട് 4 മണിക്ക് മടങ്ങും. CV അനുമോദ് ചേരുന്നു. അനുമോദ്, പ്രിയങ്ക വന്നില്ല, പ്രിയങ്ക എവിടെ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. സ്ഥലം MP ആണ് പ്രിയങ്ക. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക വരികയാണ്. എന്താണ് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും അധികം ഈ ദിവസങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടായ ഒരു വിഷയം കൂടിയാണ് കള്ളാടിയിൽ ദുരന്തമുണ്ടായിട്ട് സ്ഥലം MP അവിടേക്ക് എത്തിയില്ല എന്നുള്ളത്. MLA ടി സിദ്ദിഖ് ദൂരെ നിന്നെല്ലാം നിയന്ത്രിച്ചിരുന്നത് പ്രിയങ്കയാണെന്ന് വരെ പറയുന്ന ഒരു സാഹചര്യവും അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ ട്രോളൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പ്രിയങ്കയുടെ സന്ദർശനം 2 തലത്തിലാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, അവർ സംഭവ സ്ഥലത്തെത്തുകയും അതേപോലെ തന്നെ ഈ പരിക്കേറ്റവരെ കാണുകയും രക്ഷാപ്രവർത്തകരെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ. രണ്ടാമതായിട്ട് ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ പ്രതിഷേധമോ ഒക്കെ ഉയരുമോ എന്നുള്ളത്. കാരണം ഒരു ദുരന്തമുണ്ടായി 8 പേർ മരിച്ചിട്ട് അവിടേക്ക് അവിടുത്തെ MP വരുന്നത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന തരത്തിലുള്ളൊരു വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സജീവമായിട്ട് ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാണെങ്കിലും ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച വിവരപ്രകാരം അവരുടെ വരവിൻ്റെ ഷെഡ്യൂളിൽ അല്പം മാറ്റമുണ്ട്. നേരത്തെ രാവിലെ കോഴിക്കോട് വിമാനത്താവളത്തിലായിരിക്കും ഇറങ്ങുക എന്ന് നിശ്ചയിച്ചിരുന്നത് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗം മേപ്പാടിയിലേക്ക് യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രിയങ്ക വയനാട്ടിലെത്തും. ആദ്യം കള്ളാടിയിൽ ഈ ദുരന്തമുണ്ടായ ഇടം സന്ദർശിക്കും. അതിനുശേഷം പരിക്കേറ്റവരെയും തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളെ പുളിയാർമലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. അതിലും പ്രിയങ്ക പങ്കെടുക്കും. എന്തെങ്കിലും ഒരുപക്ഷെ ഈ ചടങ്ങിലായിരിക്കാം പ്രിയങ്കയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ വിഷയത്തിൽ പ്രിയങ്കയുടെ പ്രതികരണം, ഒപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിലുള്ള പ്രതികരണങ്ങളും ഒരുപക്ഷെ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ 2 തരത്തിൽ ഇന്നത്തെ സന്ദർശനം പ്രധാനമാണ്. ഒന്ന്, വയനാട്ടിലെ ദുരന്തത്തെ സംബന്ധിച്ചും 2 ദേശീയ വിഷയങ്ങളിൽ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും. എന്നാണെങ്കിലും 1 മണിയോടെ പ്രിയങ്ക വയനാട്ടിലെത്തുമെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രിയങ്കയുടെ സന്ദർശനം, അതിനെ തുടർന്നുണ്ടാകുന്ന വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിൽ വിലയിരുത്തലുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടായി ഇത്രയും ദിവസത്തിന് ശേഷമാണോ എത്തുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നത്. അതിനൊക്കെ മറുപടി പ്രിയങ്ക പറയുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഒടുവിൽ വയനാട്ടിലെത്തുന്നു. ദുരന്തബാധിത പ്രദേശത്ത് സന്ദർശിക്കുന്നു. ദുരന്തത്തിൽ പരിക്കേറ്റവരെ കാണുന്നു. അങ്ങനെ ഉള്ള ഷെഡ്യൂളൊക്കെയാണ് ഇന്ന് കോൺഗ്രസ് നേതാവിനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.